ഓണം വിഭവങ്ങളിലെ മുളകാ പച്ചടിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിന് ഒരു വടുകപ്പുളി നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് നന്നായി ചൂടുവെള്ളത്തിലിട്ട് നല്ലോണം കുതിർത്തി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 കപ്പോളം വെള്ളവും ചേർത്ത് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പ വെച്ചിട്ട് നമുക്ക് അരിച്ചിട്ടും എടുക്കാം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് പുളി നല്ലപോലെ തിളച്ച് കുറുക്കി കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുളി വേറൊരു ഗ്യാസിലേക്ക് മാറ്റി വെച്ച ശേഷം ഈ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിൽ ശർക്കര ഉരുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അരി കലക്കി കിട്ടിക്കഴിഞ്ഞാൽ ഇത് മാറ്റി വയ്ക്കാം. ഇതേ സമയം നമുക്ക് കുറച്ച് മുളക് എടുത്തിട്ട് നടുവേ കീറി വയ്ക്കാം. പിളർത്തി വയ്ക്കണ്ട, നടുവേ ഒന്ന് കീറിയാൽ മതി. കുറച്ചധികം മുളക് എടുത്തിട്ടുണ്ട്. ഈ മുളകൊന്നും തീരെ എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് ഇത്ര അധികം മുളക് എടുക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിനുള്ള മുളക് എടുത്താൽ മതി. ശർക്കര പാനിയാക്കി വെച്ചത് ഞാൻ പുളിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മധുരം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ചേർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഈ മുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് തന്നെ മുളകൊക്കെ വഴഞ്ഞ് കിട്ടണം. ആവശ്യത്തിന് ചെറുതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും മാറ്റി വയ്ക്കാം. ഇതൊക്കെ ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്, പക്ഷേ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ ചെയ്യണമെന്ന് മാത്രം. ഇനി നമുക്ക് വറുത്ത് പൊടിക്കേണ്ട സാധനങ്ങൾ വറക്കാം. ആദ്യം കുറച്ച് ഉലുവ, ഒരു 2 സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നവരെ വറക്കണം. അത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 സ്പൂണ് ഉഴുന്ന് വറുത്തെടുക്കണം. ഉഴുന്ന് നല്ലോണം കളറ് ചേഞ്ചായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണം, അതുവരെ വറക്കണം. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ഒരു 6 സ്പൂൺ എള്ള് വറുത്തെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് പൊട്ടുന്ന പരുവത്തിൽ മാറ്റാം കേട്ടോ. എള്ള് വറുത്തെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ കടുക് വറുത്തെടുക്കുക. ഇതൊന്നും എണ്ണയിലല്ല കേട്ടോ, ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. ഒക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം. പുളി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നന്നായി തിളച്ച് കുറുകി വരണം. സമയമെടുക്കും, കുറേ സമയമെടുക്കും. ബാക്കി പാനിയും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു. മധുരം കുറച്ച് കമ്മിയാണെന്ന് തോന്നി എനിക്ക്, അപ്പോൾ ബാക്കിയും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ പൊടിച്ചെടുക്കാം.
ആദ്യം കടുക് പൊടിച്ചു. ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ്, കടുകും എള്ളും സെപ്പറേറ്റാണ് പൊടിക്കുന്നത്. പിന്നെ ഉഴുന്നും ഉലുവയും ഞാൻ ഒന്നിച്ച് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒക്കെ പൊടിച്ചു മാറ്റി വയ്ക്കുക. ഇതൊക്കെ പുളി ആയ ശേഷം ഒന്ന് തണുത്ത ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. എന്തായാലും നമ്മൾ ഈ പുളിയുടെ കൂടെ നിൽക്കാം. അപ്പോൾ പിന്നെ ഇതൊക്കെ കൂടത്തിൽ തന്നെ ചെയ്തു പോകാമല്ലോ എന്ന് വിചാരിച്ചു. പുളിയൊക്കെ ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അത് കുറുകും. 2 തണ്ട് കറിവേപ്പില ചേർത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ അതാ പുളി ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. കുറച്ച് കടുക്, ചുവന്ന മുളക്, കറിവേപ്പില ഇത്രയേ വേണ്ടൂ വറുത്തിടാൻ. പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടികളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വയ്ക്കുക. ഈ പൊടിയൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ചു വരുമ്പോഴേക്കും ഈ പുളിയൊക്കെ ഒന്നും കൂടി കുറുകി കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതേപോലെ ഒരു വിഭവമായിട്ട് നാളെ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.